പിൽക്കാലത്ത് പഠിച്ചതാണ്. സ്കൂളിൽ വലിയ മികവുള്ള ആളൊന്നുമല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ലോക ചരിത്രത്തിൽ ചരിത്രം രചിച്ചൊക്കെ ഒന്നൊരിക്കൽ സ്കൂളിൽ പോകാത്ത ആളുകൾ, അല്ലെങ്കിൽ ആവറേജിൻ്റെ താഴെ പഠിച്ച ആളുകൾ, മികവ് കാട്ടിയ ആളുകൾ ജോലിക്കാരായിപ്പോയി. ജോലിക്കാർ ഒന്നിനും പ്രസവിക്കൂല. നിങ്ങൾ നല്ല ഒരു ഷാറുള്ള ഒരാളെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ സ്കൂൾ അധ്യാപകനാകുക എന്നുള്ളതാണ്. അതോടുകൂടെ നിങ്ങൾ എല്ലാ കഴിവും ഇല്ലാതെയാവും. ഒരു കോളേജ് അധ്യാപകൻ, സ്കൂൾ അധ്യാപകൻ, ഈ കൂട്ടർ അപൂർവം ആളുകൾ മാത്രമാണ് അതിന് വേറിടുക. അപൂർവമായിരിക്കും. ഞാൻ ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ കോളേജിൽ അദ്ദേഹത്തെ പോലെ എത്ര ആളുണ്ടാവും? ഉണ്ടാവില്ല. അവർക്ക് കിട്ടിയ അതിൻ്റെ മാത്രം പഠിക്കും. അതുതന്നെയാണ് നിലവിൽ പണ്ഡിതന്മാരുടെ അവസ്ഥ. മതപണ്ഡിതന്മാർ ഒരു വിവരമുണ്ടാവില്ല. നിലവിൽ മതപണ്ഡിതന്മാർക്ക് ഒരു വിവരമില്ല. ഈ രൂപത്തിൽ നമ്മുടെ സമുദായം തകരാൻ കാരണം മതപണ്ഡിതന്മാരുടെ വിവരക്കേടാണ്. വിവരമില്ല. വലിയ ആലിമുലെല്ലാം മറക്കും, ഒരു ചുക്കൊരുക്കറിയില്ല. ഒരു കാരണം പഠിക്കൂല. കാരണം നമ്മൾ തഹസീലായല്ലോ. തഹസീലാകുക എന്നർത്ഥം ഹസ്സല യുഹസ്സിലു തഹ്സീൽ. ഹസ്സല കരസ്ഥമാക്കി, തഹസീൽ കരസ്ഥമാക്കൽ. അപ്പോൾ ബലെന്താക്കി കരസ്ഥമായി കഴിഞ്ഞു. അപ്പോൾ തഹസീല ഇനി അതിൻ്റെ മേലക്കില്ല. കാരണം എന്തായി? കരസ്ഥമാക്കിയില്ലേ. അഫ്ദലുൽ ഉലമ എന്തായിനർത്ഥം? സ്കൂളിലെ അധ്യാപകന്മാരൊക്കെ അഫ്ദലുൽ ഉലമ. അറബി മാഷ് എന്ത് പാസ്സായതാ? അഫ്ദലുൽ ഉലമ എന്തായിനർത്ഥം? വാഹിദുൻ മിനൽ ഉലമ എന്നല്ല, വാഹിദുൻ മിനൽ ഉലമ അല്ല, ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നല്ല ഇയാൾ പറയാം. ഇയാൾ പാസ്സായ ഡിഗ്രി ഏതാ? ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നുള്ള ഡിഗ്രി അല്ല. അഫ്ദലുൽ ഉലമ, ആലിമീങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഇതാണ് അവരുടെ ഡിഗ്രി. അലിഫറിയില്ല. സ്കൂൾ അറബിയാണ് തെറ്റാണ്. വലത് ആൺകുട്ടി, വലത് ആൺകുട്ടിയാണ് വാക്ക് തെറ്റ്. വലത് ബിന്ത് പെൺകുട്ടി. പച്ച നോണ. ബിന്ദിൻ്റെ അർത്ഥം പെൺകുട്ടി തന്നെയല്ല, പച്ച നോണ. സ്കൂൾ അറബിയിൽ തന്നെ പല നോണയും ഭൂലോക നോണകൾ നടന്നതാണ് സ്കൂൾ അറബി. വലത് എന്ന് പറഞ്ഞ കുട്ടി എന്നാണ്. ആൺകുട്ടിയും പെടും പെൺകുട്ടിയും പെടും. ആൺകുട്ടി ഒലാമാണ്, പെൺകുട്ടി ജാരിയത്താണ്. ബിന്ദു ഒറ്റക്ക് കൂല, കൂട്ടണം. ബിന്തു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ. ബിന്തു റഷീദ്, റഷീദിൻ്റെ മകൾ. ജാരിയത്ത് ഒറ്റക്കും, പെൺകുട്ടി അതിന് ഒറ്റക്ക് കഴിയും. ബിന്ദിന് ഒറ്റക്ക് കഴിയില്ല. ബിന്ദിൻ്റെ ഒപ്പം ഒരു കുളത്ത് കൊടുക്കണം. മകൾ ഒറ്റക്ക് കൂലല്ലോ, പെൺകുട്ടി ഒറ്റക്ക് കൂല. ഒരു കണ്ണത്ര ദൂരക്കാഴ്ച കിട്ടാത്ത ഒരാൾ അക്കരമേ ഒരു രൂപം കാണുമ്പോൾ പിന്നെ ഒപ്പമുള്ള ആളോട് ചോദിച്ച് എന്താ അവിടുന്ന്, എന്താ ഒരു കളറ് ഇങ്ങനെ പോലെ കാണുന്നത് എന്താണ്? അപ്പം ഇയാൾ പറയും അത് മകളാണ്. അതെന്താ പറയുക? പെൺകുട്ടിയാണ്. മകളാണെന്ന് പറയണമെങ്കിൽ അയാൾ കൊളുത്തണം. എൻ്റെ മകളാണ്, അത് കമ്മുക്കുട്ടീൻ്റെ മകളാണ്. അതാരപ്പാ നിൽക്കണേ? അത് മകളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അത് നിങ്ങളെ മകൾ ആയിഷയാണ്. മകൾ ഒറ്റക്ക് കൂല. ബിന്ദു ഒറ്റക്ക് നിൽക്കാനല്ലേ. സ്കൂൾ അറബി അങ്ങനെ. ബിന്ദു പറഞ്ഞാൽ പെൺകുട്ടി. മണ്ടൂസുകളെ ഉണ്ടാക്കി. പക്ഷെ ഒരു പേരെന്താ? അഫ്ദലുൽ ഉലമ. ആലിമീങ്ങളിൽ പെട്ട ആളുമല്ല, ആലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഈ നോണയൊക്കെ കാലം കുറെ കഴിഞ്ഞില്ലേ. ഒരു ഡിഗ്രി ലോകത്തെവിടെയെങ്കിലും വലിയ പണ്ഡിതന്മാർക്ക് ഒരു അഫ്ദലുൽ ഉലമ ഡിഗ്രി കൊടുത്തിട്ടില്ല. അതൊക്കെ ഒരു തെറ്റായ വാക്കല്ലേ. അഫ്ദലുൽ ഉലമ ആലിമീങ്ങളിൽ ശ്രേഷ്ഠനല്ല, ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോഴാ മറ്റേ ഫضല, ശ്രേഷ്ഠത ഫضല. അഫ്ളലിയത്ത് പറഞ്ഞാൽ ഏറ്റവും നിറം, അതിൻ്റെ മേലക്കഞ്ഞില്ല. അപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ താഴെയാണ്. ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു നെപ്പോളിയൻ. ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. എഡിസൺ. പ്രിൻസിപ്പാൾ എഡിസനെ പുറത്താക്കി, സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് അമ്മക്ക് കത്ത് കൊടുത്തയച്ചു എഡിസൻ്റെ കയ്യിൽ. അപ്പം അമ്മ വായിച്ചു. അമ്മ വായിച്ചിട്ട് ചിരിച്ചു. അപ്പോൾ എന്തെന്ന് വെച്ചു? പറഞ്ഞു എൻ്റെ മോനെ പഠിപ്പിക്കാൻ മാത്രമുള്ള യോഗ്യത അവിടുത്തെ അധ്യാപകന്മാർക്ക് ഇല്ല, അത്രയും വലിയ ബ്രില്യൻ്റായ കുട്ടിയാണ്, അതുകൊണ്ട് നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കണം എന്നാണ് പ്രിൻസിപ്പാൾ എഴുതിയത്. അമ്മ വെറുതെ പറഞ്ഞു. ഈ കത്ത് പിന്നീട് പിൽക്കാലത്ത് വലിയ ആളായിട്ട് ഈ കത്ത് കൈ കിട്ടാണ് ആർക്ക്? അപ്പം എഡിസൺ കരഞ്ഞുപോയി. എന്തുകൊണ്ട്? എൻ്റെ അമ്മ നെഗറ്റീവായ വാക്ക് പോസിറ്റീവായി പറഞ്ഞു. ആ കുട്ടിയാണ് എഡിസൺ.
എഡിസനെ പോലത്തെ ഒരാളാരാ. പക്ഷെ ഈ ആൾ ആവറേജിന് താഴെ സ്കൂളിൽ ആവറേജിന്റെ അപ്പുറത്തുള്ളവർ മുഴുവനും ഗൾഫിൽ പോയാണ്ട് പെട്രോൾ പമ്പിൽ പോകും. അവർ അഡ്നോക്കിന്റെ പമ്പിലുണ്ടാവും. ഏത് അറബിക് കോളേജിൽ ആവറേജിന് അപ്പുറത്തുള്ളവനുണ്ടെങ്കിൽ അഡ്നോക്കിന്റെ പമ്പിലുണ്ട്. പിന്നെ അന്ന് അന്തല്ലാതെ ഇവിടെ നടന്നിരുന്ന ആൾ വലിയ കുപ്പായൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ജോലിയൊക്കെ ഇട്ട് ഗൾഫിലേക്ക് ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കണ പണിയാണ് ആർക്ക്? വലിയവന്. ഇവന് സ്ഥാനത്തെത്തും, മറ്റൊന്നെത്തൂല. ആവറേജിന് അപ്പുറത്തുള്ള ഒക്കെ ജോലിക്കാരാവും. ബിൽഗേറ്റ്സിനെ കോളേജ് നോർത്താക്കിയ എപ്പോഴും അങ്ങനെയാണ് ചരിത്രം. അങ്ങനെയാണ്. ആവറേജിനപ്പുറമുള്ള എൻ്റെ താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ലോകം മാറ്റിയത്. പിന്നെ നെപ്പോളിയനെ പോലത്തെ ഒരാളില്ല യൂറോപ്യൻ ചരിത്രത്തിലില്ല. അങ്ങനെ ഒരാൾ യൂറോപ്പിൻ്റെ ചരിത്രത്തിലില്ല. ഇയാൾ ആവറേജിൻ്റെ താഴെയാണ്. പക്ഷെ എന്താണ് ആൾ? വിജ്ഞാനം പാഠപുസ്തകത്തിലല്ല. നമ്മൾക്ക് വലിയ തെറ്റുപറ്റിയാണ്. എന്ത് വിജ്ഞാനം പാഠപുസ്തകത്തിലാണ്? അല്ല. ഒരു വൈഭവം നിനക്കുണ്ടാക്കി തരാനുള്ള ചില ഹിൻസുകൾ മാത്രമാണ് എന്തിലുള്ളത്? പാഠപുസ്തകത്തിലുള്ളത്. അത് വെച്ചിട്ട് ഈ വാതിൽ തുറക്കണം. ഞാൻ പഠിച്ച ഒരു പുസ്തകവും ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. പക്ഷെ ഒരു പുസ്തകം തുറന്നു നോക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. റബ്ബിൻ്റെ സഹായം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പുസ്തകം ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. വല്ല വിഷയങ്ങളിലും ആരെങ്കിലും ചോദിച്ചിട്ട് വല്ല സംശയം തോന്നിയാൽ ഫത്തുൽ മീനിൻ്റെ ഒക്കെ ഒന്ന് നോക്കും. അത്ര തന്നെ. വലിയ പുസ്തകം ഒന്നും തുറന്നു നോക്കിയില്ല. അതെ, ഗുമസ്തപ്പണി 100%. അതായത് പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ ഗുമസ്തപ്പണിയാണ് IAS. ഞാൻ വലിയ ബ്രില്യൻ്റാണെന്ന് അവർ വിചാരിക്കുക. അത്ര കഴിവുള്ള ഈ വ്യക്തിക്ക് എന്തു നേടാൻ കഴിയും? ഇതാണ് സത്യം. മനുഷ്യർ ഇന്നത്തെ സിലബസിൽ ഒതുക്കുകയും ചെയ്തു. ഈ സിലബസുകൾ എന്നാണ് വലിയ ദുരന്ത. ഇപ്പം പിൽക്കാലഘട്ടത്തിൽ സിലബസിലേക്ക് വന്നതിന് ശേഷം ലോകത്തെ ശാസ്ത്രകാരന്മാർ കുറഞ്ഞു. മറ്റു പരന്ന വായനയാണ്. അതായത് ഒരു യൂറോപ്പിൻ്റെ എന്താ പറയുക, യൂറോപ്പിൻ്റെ മനുഷ്യൻ വളരരുത് എന്ന ഒരു പൈശാചിക ബുദ്ധിയാണ് സത്യത്തിൽ ഇന്നത്തെ സ്കൂൾ സിലബസുകൾ ഉണ്ടാക്കിയത്. ആ സ്കൂൾ സിലബസിന് പിന്നെ മതവും പിന്തുടർന്നു. പണ്ട് മതത്തിനും സിലബസ് ഇല്ല, പരന്ന് പഠിക്കുക. ഇന്നങ്ങനെയല്ല. ഇന്ന് ആ സിലബസിലുള്ളതാ പഠിക്കുക. ആ സിലബസിന് എന്തിനാണെന്നറിയില്ല. ഞാനെങ്ങാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക എന്തെന്നാൽ പൊതുവായിട്ടുള്ള പഠനങ്ങൾ 4ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കും. പിന്നെ ആസ് യുവർ ചോയ്സ്. എന്നാൽ നമുക്ക് ഒരുപാട് ആയുസ് കിട്ടും. ഞാൻ ഇതെത്രയോ കാലമായി എൻ്റെ സ്വപ്ന മനസ്സിൽ. പൊതുവായി എല്ലാവരും പഠിക്കൽ 4ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കുക. അതായത് 1ാം ക്ലാസ്സിൽ 2, 3, 4 ക്ലാസ്സിൽ പൊതുവായി എല്ലാം പഠിക്കുക. അതായത് സയൻസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ. നേറി വന്നാൽ 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിനപ്പുറം പോകരുത്. 7ാം ക്ലാസ് ആകുമ്പോഴത്തിന് പൊതുവായി എല്ലാം. ഉദാഹരണം ഇന്നത്തെ മാത്സ്. എന്തിനാണ് മാത്സ്? ഒരു ഹിസ്റ്റോറിയൻ പഠിക്കണം. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഇന്നത്തെ മാത്സ് ഉണ്ടല്ലോ, ഈ മാത്സ് ഒരു ഹിസ്റ്റോറിയനോ അത് എഞ്ചിനീയർ പഠിക്കേണ്ടതാണ്. അതെന്തിനാ ഈ എഞ്ചിനീയർ പഠിക്കുന്നത് ഡോക്ടർ പഠിക്കുന്നത്? അപ്പൊ പൊതുവായ വിദ്യാഭ്യാസം എവിടെ നിർത്തണം? 7 കഴിഞ്ഞ് ഏറി വന്ന 7ന് ശേഷം നിങ്ങളെ ചോയ്സ് മെഡിക്കൽ ആണോ? നിങ്ങൾ പിന്നെ മെഡിസിനാണ് പഠിക്കേണ്ടത്. പിന്നെ മെഡിക്കൽ വ്യൂവിലുമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ അനാവശ്യത്തിനുള്ള ഒരുപാട് സമയം എന്തിന്? ആവശ്യമില്ലാത്ത എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ചില ആളുകൾക്ക് ബിസിനസ്സിലാണ് താല്പര്യം. ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണ് എന്തിനാ കെമിസ്ട്രി ബയോളജി പഠിച്ചത്? ലാംഗ്വേജ് ഓക്കെ. എഞ്ചിനീയർ അല്ലാത്ത ആൾ എന്തിനാണ് ഈ ആധുനിക മാത്സ് പഠിക്കുന്നത്? ആ കുട്ടി ആ സമയം ചൈനീസ് ഭാഷ പഠിക്കാൻ ഉപയോഗിച്ചാലോ? ചൈനക്ക് വലിയ സാധ്യതയുള്ള രാഷ്ട്രമാണ്. ഇനി നമ്മൾ ചൈനീസ് പഠിച്ചാൽ വലിയ സാധ്യതയാണ്. എന്തിനിപ്പോൾ അതൊക്കെ പറയുന്നത്? നമ്മളിലെ നല്ലൊരു ശതമാനം കച്ചവടക്കാരുടെ ഉപജീവനം ഇപ്പം എവിടെയാ? ചൈനയില്ല. ആ കുട്ടി ഇവിടുന്ന് ചൈനീസ് പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നേട്ടം ഉണ്ടാവും. ഫാരിസി നഷ്ടപ്പെട്ടു പോയ പേർഷ്യൻ ഭാഷ വളരെ ലോകത്തെ സാഹിത്യങ്ങളുടെ മസ്നവി അടക്കം ലോകത്തെ മുഴുവനും പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതേസമയത്ത് നമ്മൾ വീട്ടിൽ പേർഷ്യൻ ഭാഷ ഫാരിസി പഠിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര വലിയ ഹാർട്ടിൽ മനുഷ്യത്വം ഉണ്ടാവും. പേർഷ്യൻ ഭാഷയിലാണ് ലോകത്തെ എല്ലാ പോയട്രികളും പിൽക്കാലത്ത് വന്നത്. ജലാലുദ്ദീൻ റൂമി ഏത് ഭാഷയിലാണ് എഴുതിയത്? പേർഷ്യൻ ഭാഷയിൽ. റൂമി മാത്രമല്ല എല്ലാവരും. അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ മാത്സ് പഠിക്കുന്ന നേരം ചൈനീസ് ഭാഷയിൽ പഠിച്ചിരുന്നെങ്കിൽ ഇവൻ അന്ന് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ കച്ചവടത്തിന് പോകാം. എങ്ങോട്ട്? ചൈനയിലേക്ക്. വലിയ ലാഭം കിട്ടും. വലിയ വിദേശമാണ് നമ്മുടെ രാജ്യത്തിന്. ഇതൊരു കാര്യമല്ല. എന്തിനാ കുട്ടി പഠിച്ചത് കുട്ടിക്കും അറിയില്ല.
നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒരു മുരാച്ചിത്തരം. എന്തുകൊണ്ട് ഈ കുട്ടികളെയൊക്കെ നശിപ്പിക്കണം എന്ന് ആരൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും? അങ്ങനെയല്ല ഗുരുകുല വിദ്യാഭ്യാസം. ഗുരു ആ കുട്ടിയെ മനസ്സിലാക്കും. ചില കുട്ടികളെ രാജസദസ്സിൽ തർക്കിക്കാനായിരിക്കും പഠിപ്പിക്കുക, ചില വൈദ്യമായിരിക്കും പഠിപ്പിക്കുക, ചില വേദം പഠിപ്പിക്കും. ഇവർക്കൊക്കെ മുഴുവനും ട്രാൻസ്ഫോമറായി നിൽക്കും ആര്? ഗുരു. രാജസദസ്സിൽ തർക്കിച്ചവർ ദ്രോണന്റെ സദസ്സിലുണ്ട്, വലിയ അയോധനക്കാരെ പഠിച്ചവരുണ്ട്, അർജുനൻ പോലെ, കർണനെ പോലെ. എത്ര വലിയ ആശയമാണത്. ചില ആളുകൾക്ക് കവിതയായിരിക്കും, നല്ല കവിത. അവർക്ക് ഭാഷയെ, അതിൻ്റെ ആശയങ്ങൾ, ഇതൊക്കെ ആ ഭാഷകൾ കൂട്ടിച്ചേരുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതൊക്കെ വളരെ ഭംഗിയായി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് കവിതയിൽ ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അവരും എന്ത് പഠിക്കണം? ജീവിതത്തിൽ ഒരിക്കൽ SLC അല്ലെങ്കിൽ +1 +2 എഴുതി കഴിഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും അവർ മാത്സിൻ്റെ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല, കെമിസ്ട്രി പുസ്തകം, ബയോളജി പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല. ഒരു കവിയാണ്, ഇവരെന്തിനാണ് പഠിക്കണത്? സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം നമ്മുടെ ജീനിയസായ കുട്ടികളെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടെന്നോളി പഠിച്ചു നോക്കി, നമുക്ക് നിങ്ങളെ ചോയ്സ് ഇങ്ങനെ പറക്കും. നമ്മളെ കഴിവുകളെ ഇല്ലാതാക്കാൻ മാത്രമേ ആ സ്ഥാപനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ആ സ്ഥാപനം നമ്മൾ ഭാഷ പഠിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളെ ചോയ്സ്, ഒരു കുട്ടിയുടെ ചോയ്സ് എന്താണെന്ന് ഞാൻ ഇത് പറയാൻ കഴിയും. നെപ്പോളിയനെ പഠിച്ചാൽ നെപ്പോളിയൻ പഠനത്തിൽ ആവറേജിൻ്റെ താഴെയാണ്. പക്ഷേ അതേസമയം ലോകം കണ്ട കോമൺ സൊസൈറ്റി കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. യൂറോപ്പിൽ എന്നെ കാണുന്ന ഈ ഒരു സംസ്കൃതിയിൽ മനുഷ്യത്വം എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെപ്പോളിയൻ പോലെയുള്ള വലിയ മനുഷ്യർ അവിടെ സ്ഥാപിച്ചതാണ്. എന്നാൽ അവർക്ക് തെറ്റൊന്നും പറ്റിയില്ല എന്നൊന്നുമല്ല, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ പറ്റും, സ്വാഭാവികമല്ലേ. ആ മനുഷ്യൻ തെറ്റുപറ്റുന്നത് കുറ്റപ്പെടുത്തരുത്. ആ തെറ്റിനെ തിരുത്താൻ തയ്യാറാകാതിരിക്കുമ്പോൾ മാത്രമേ കുറ്റപ്പെടുത്തേണ്ടതുള്ളൂ. അവിടെയാണ് പ്രശ്നം.